രാംലല്ല അയോധ്യയിൽ മിഴി തുറന്നത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ സുവർണ നിമിഷങ്ങളാണ്. പരസ്പരം പോരടിക്കുന്ന ശത്രുക്കൾ പോലും പകയൊക്കെ മറന്ന് രാമമന്ത്രം ചൊല്ലുന്ന ആ മുഹൂർത്തം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നൽകി ലോകത്തിന് സമർപ്പിച്ച രാമക്ഷേത്രത്തിന്റെ ലക്ഷ്യവും വിജയവും. പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഇന്ത്യൻ സൈനികർക്കൊപ്പം ജയ് ശ്രീറാം വിളിക്കുന്ന ചൈനീസ് സൈനികരുടെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ഇപ്പോഴിതാ അയോധ്യ രാമക്ഷേത്രത്തിൽ വാനരപ്പട എത്തിയിരിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. രാംലല്ലയെ ദർശിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കവെയാണ് വന്ന വാനരന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വാനരൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥാടന ട്രസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹനുമാൻ തന്നെ രാംലല്ലയെ കാണാൻ വന്നതുപോലെയാണ് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഒരു വാനരൻ തെക്ക് ഗേറ്റിൽ നിന്ന് മണ്ഡപം വഴി ശ്രീകോവിൽ പ്രവേശിച്ച് ഉത്സവ വിഗ്രഹത്തിന് സമീപമെത്തി. പുറത്ത് നിയോഗിച്ചിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് കണ്ടു. ഉത്സവ വിഗ്രഹം നിലത്ത് വീഴ്ത്തുമോ എന്ന ഭയത്തിൽ അവർ കുരങ്ങന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ പോലീസുകാർ അടുത്തേക്ക് ഓടിയെത്തിയപ്പോഴേക്കും കുരങ്ങൻ ശാന്തനായി വടക്കേ ഗേറ്റിലേക്ക് ഓടി. ഗേറ്റ് അടച്ചിട്ടതിനാൽ കിഴക്കോട്ട് നീങ്ങി സന്ദർശകരെ കടന്ന് കിഴക്കേ കവാടത്തിലൂടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ പുറത്തിറങ്ങി എന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥാടന ട്രസ്റ്റ് കുറിച്ചത്. അതേസമയം അയോധ്യയിൽ ഇത്തരത്തിൽ വാനരന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. രാമജന്മഭൂമി വിമോചന പ്രസ്ഥാനത്തിന്റെ കാലത്ത് തർക്കമന്ദിരത്തിനു മുകളിലും പല പ്രധാന വഴിത്തിരിവുകളിലും സമാനമായ സാന്നിധ്യം കണ്ടിരുന്നു. 1990-ൽ തർക്കമന്ദിരത്തിൽ ഉയർത്തിയ കാവിക്കൊടിയുടെ കാവൽക്കാരനായും വാനരനെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 1986 ഫെബ്രുവരി 1-ന് ഫൈസാബാദ് ജില്ലാ കോടതി തർക്കഭൂമിയുടെ പൂട്ടു തുറക്കാൻ ഉത്തരവിട്ടിരുന്നു. അന്ന് ഫൈസാബാദിലെ ജില്ലാ കോടതിയുടെ മേൽക്കൂരയിലും വാനരൻ എത്തിയതായി തന്റെ ആത്മകഥയിൽ ജഡ്ജി കൃഷ്ണമോഹൻ പാണ്ഡെ കുറിച്ചിരുന്നു. ഞാൻ പൂട്ടു തുറക്കാനുള്ള ഉത്തരവെഴുതിയ ദിവസം ഒരു കുരങ്ങ് ദിവസം മുഴുവൻ എന്റെ കോടതിയുടെ മേൽക്കൂരയിൽ കൊടിമരം പിടിച്ചിരുന്നു. വിധി കേൾക്കാൻ കോടതിയിലെത്തിയവർ കുരങ്ങന് പഴവും കടലയും നൽകിയെങ്കിലും കുരങ്ങൻ ഒന്നും കഴിച്ചില്ല, നിശബ്ദമായിരുന്നു. തീരുമാനത്തിനു ശേഷം DM-ഉം SSP-യും എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ എന്റെ വീടിന്റെ വരാന്തയിലും ഒരു കുരങ്ങനിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അവനെ സല്യൂട്ട് ചെയ്തു. അത് ഏതോ ദൈവിക ശക്തിയായിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം കുറിച്ചത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.